മല്ലിക സുകുമാരൻ സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷം നടക്കുകയാണ്. പൃഥ്വിരാജും ഇന്ദ്രജിത്തും അടക്കം അവരുടെ ഒരു സൗഹൃദ വലയത്തിലുള്ള കുറച്ചാളുകൾ നടക്കുന്ന ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷനിൽ പൃഥ്വിരാജ് വളരെ വൈകാരികമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ സ്പീച്ച് നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്. അച്ഛൻ മരിച്ച് അച്ഛൻ്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ ഞാനും ജ്യേഷ്ഠനും ആംബുലൻസിലാണുള്ളത്. ഞാൻ അപ്പോഴും ചിന്തിച്ചത് എൻ്റെ അമ്മയെക്കുറിച്ചാണ്. അമ്മ മറ്റൊരു വണ്ടിയിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും സങ്കടങ്ങളുണ്ട്. പക്ഷേ അമ്മ ഇതെങ്ങനെ താങ്ങും, അല്ലെങ്കിൽ അമ്മ ഞങ്ങളെ എന്താണ് ചെയ്യുക ഇനി എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മുഴുവൻ. പക്ഷേ അവസാനം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ അമ്മ എന്തു ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇന്ദ്രജിത്തും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാനുമെന്ന്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ലേഡി എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയായിരുന്നു എന്ന്. അത് അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് കൂടെ പറയുന്നതാണെങ്കിൽ കൂടെ ഒരുപക്ഷെ ആ സ്ത്രീക്ക് കരഞ്ഞിരിക്കാമായിരുന്നു, സങ്കടത്തോടെ ജീവിതം തള്ളി നീക്കാമായിരുന്നു. പക്ഷെ അവർ ചെയ്തത് വളരെ ശക്തമായ 2 മക്കളെ അതേ രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഉപദേശങ്ങളൊന്നുമല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടത്, വളർന്നു വരാനുള്ളൊരു സാഹചര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നമ്മുടെ മക്കൾക്കെല്ലാം സ്വപ്നങ്ങളുണ്ട്. അവർ നമ്മുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള പാവകളോ അല്ലെങ്കിൽ ഒരു പരീക്ഷണശാലകളോ ഒന്നുമല്ല. നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കില്ല, നമ്മുടെ സ്വപ്നങ്ങളായിരിക്കില്ല നമ്മുടെ മക്കൾക്കുണ്ടാകുക. എനിക്ക് കിട്ടാത്തത് എൻ്റെ മകനിലൂടെ നേടിയെടുക്കണം എന്നുള്ള വാശിയൊക്കെ കളയാനുള്ള സമയമായി. നിങ്ങളുടെ മക്കൾക്ക് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ, മനസ്സ് തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോടും തുറന്ന് സംസാരിക്കും. അവർ ജീവിക്കേണ്ടത് അവരുടെ ജീവിതമാണ്. മക്കളെ മനസ്സിലാക്കി, അവരുടെ സ്വപ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി ആ സ്വപ്നങ്ങൾക്ക് നിറം പകരുവാൻ, അവരെ അവരായി വളരുവാൻ നമ്മളൊരു പാത വെട്ടിത്തെളിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാം. പക്ഷെ നമ്മുടെ മക്കൾ എപ്പോഴും ജീവിക്കേണ്ടത് അവരുടെ സ്വപ്നത്തിനനുസരിച്ചുള്ള ജീവിതമാണ്. സ്വപ്നം കാണാൻ അവരെ പഠിപ്പിക്കുക, സ്വപ്നത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുക. ഹൗ യു ആർ ഗോയിങ് ടു അച്ചീവ് യുവർ ഡ്രീം എന്ന് പറയുന്നത് അവർക്കൊരു വഴികൾ തുറന്നു കൊടുക്കുക. വയസ്സുകാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ആത്മാഭിമാനത്തോടെ അവർ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കും. ഒരിക്കലും അവരുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ വിലങ്ങ് തടിയാവാതെ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വളർത്തിയതിൻ്റെ കണക്ക് പറയാത്ത, നെഗറ്റിവിറ്റി അടിച്ച് അവരെ പിന്തിരിപ്പിക്കാത്ത, സ്വപ്നങ്ങളിലേക്ക് പലർന്നു പോകുന്ന കുട്ടികളുടെ ജീവിതത്തിലേക്കൊരു വഴിവെളിച്ചമാകുന്ന രക്ഷിതാക്കളായി നമ്മൾ മാറിയാൽ ആ രക്ഷിതാക്കളെ ഒരു മക്കളും വേണ്ട എന്ന് പറയില്ല. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ ജ്യേഷ്ഠൻ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശ്രീനാഥേ, നിൻ്റെ അച്ഛന് നിന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു, നിന്നെ അത്രയും വലിയ കാര്യമായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ അച്ഛനോടാണ്, മറ്റാരോടുമല്ല, എൻ്റെ അച്ഛനോടാണ്. അച്ഛനപ്പം എന്നോട് പറഞ്ഞത്, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നു, കാരണം അതിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും മിണ്ടാതിരുന്നു, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ലോകത്തിലുള്ള ആരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ഒരാൾ എൻ്റെ കൂടെ നിൽക്കും, എന്നെ മനസ്സിലാക്കുമെന്ന്. ഞാൻ എൻ്റെ മകനോട് എപ്പോഴും പറയുന്നതാണ്, നിൻ്റെ കൂടെ ലോകം മുഴുവൻ എതിര് നിന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുന്നു. ആ ഒരു ഉറപ്പ് മാത്രമേ കുട്ടിയേക്ക് വേണ്ടതുള്ളൂ. കാരണം ഞാൻ അനുഭവിച്ച ആ ഒരു കോൺഫിഡൻസ് ജീവിതത്തിൽ പിന്നീട് എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്കുണ്ടാവുന്നൊരു കോൺഫിഡൻസ് ആ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസാണ്. ഒരുപക്ഷെ അത് പറയുമ്പോൾ ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെ എന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യാതിരിക്കില്ല, പക്ഷേ ഞാനത് ഒളിച്ചു വെക്കാൻ നോക്കും. എനിക്ക് ആ സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണ് ഞാനത് ധൈര്യമായിട്ട് തുറന്ന് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ചോദിച്ചു, നീ എന്തിനാ ഇത് സമ്മതിച്ചത്? നീ എന്ത് ധൈര്യത്തിലാണ് ആ കുട്ടിയെ നീ സ്വീകരിച്ചത്? നിനക്ക് എന്തെങ്കിലും അറിയാവോ അവളെ പറ്റിയെന്ന്? അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അവൻ തിരഞ്ഞെടുക്കുന്നൊരു കുട്ടിയാണെങ്കിൽ
അത് അത്രയും നല്ലൊരു കുട്ടിയായിരിക്കുന്നു. അച്ഛൻ ആ കുട്ടിയെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷേ ഹി ഹാസ് എ കോൺഫിഡൻസ് ഇൻ മീ ദറ്റ് ഇഫ് ഐ ആം ടേക്കിംഗ് എ ഡിസിഷൻ ഇൻ മൈ ലൈഫ് ഇറ്റ് ഷുഡ് ബി എ കറക്റ്റ് വൺ. ഒരുപക്ഷെ തെറ്റിപ്പോയിട്ടുണ്ട്, ഒരുപാട് തീരുമാനങ്ങൾ ഒരുപാട് തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു കാര്യത്തിൽ ഞാൻ അതിനു വേണ്ടി നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിനകത്ത് ന്യായത്തിൻ്റെ ഒരു പക്ഷമുണ്ടാകുമെന്ന് ഒരച്ഛൻ വിശ്വസിച്ചു എന്നതിൻ്റെ വലുപ്പം എനിക്ക് അപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ആ മനുഷ്യൻ എനിക്ക് തന്ന ആ ഒരു വാല്യൂ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എല്ലാ വഴികളിലും എനിക്ക് വെളിച്ചമായി നിന്നത് ആ വാല്യൂ ആണ്. ഒരുപക്ഷെ എനിക്ക് കൊടുക്കുവാനുള്ള ഒരു സമ്പാദ്യമായിട്ടുണ്ടാകുന്നതും ആ വാല്യൂ തന്നെയാണ്. മറ്റൊന്നും നമ്മുടെ സമ്പാദ്യങ്ങളല്ല. ജീവിതത്തിൽ നമ്മളെപ്പോഴും ഒറ്റപ്പെട്ടു പോകുമ്പോൾ, എല്ലാവരും വലിച്ചെറിയുമ്പോൾ, ആരും കൂടെ ഇല്ലാതെയാവുന്ന സമയത്തിലും നമ്മളെ ഒന്നിച്ച് നയിക്കുന്ന, വീണ്ടും തിരിച്ചു വരാൻ നമ്മളെ പ്രാപ്തനാക്കുന്ന ആ ഒരു കോൺഫിഡൻസും നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് തരുന്ന കോൺഫിഡൻസാണ്. നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാനുള്ളതും അത് തന്നെയാണ്. അല്ലാതെ അവർക്ക് കാറ്, അവർ പറയുന്ന സാധനങ്ങൾ, ഇതൊന്നുമല്ല വേണ്ടത്. കോൺഫിഡൻസ് കൊടുക്കുക, വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നല്ല മക്കളായി അവർ വളരട്ടെ. താങ്ക് യു.